everyone, welcome back to notebuddy.in. ഇന്നത്തെ വീഡിയോ ഇഗ്നോ MEG 3 ബ്രിട്ടീഷ് നോവൽ ഒരു കംപ്ലീറ്റ് മാരത്തോൺ ആണ്. അതിലെ എല്ലാ ബ്ലോക്സും നമ്മൾ കവർ ചെയ്യും. അതിലെ ഇമ്പോർട്ടൻറ്റ് നോവലിസ്റ്റ്, അതുപോലെ മേജർ തീംസ്, ലിറ്റററി ടേംസ്, റിപ്പീറ്റഡ് എക്സാം ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഈസി ആയിട്ട് തന്നെ കവർ ചെയ്ത് പോകുന്നതാണ്. എക്സാം പ്രിപ്പറേഷനും ക്വിക്ക് റിവിഷനും ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ആൻഡ് വൺ മോർ തിങ്, ഈ വീഡിയോയുടെ കംപ്ലീറ്റ് നോട്ട്സും നിങ്ങൾക്ക് notebuddy.in എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റിൽ പോയാൽ ലഭിക്കുന്നതാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്താലോ. ഇതൊരു എക്സാം ഓറിയന്റഡ് വീഡിയോ ആണ്. അപ്പോൾ അതിനെ അതുപോലെ കണ്ടിട്ട് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. പിന്നെ അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് കവർ ചെയ്തിട്ടുള്ളത്. MEG 5 മുതൽ നമ്മൾ കംപ്ലീറ്റ് സിലബസും കവർ ചെയ്യുന്നതാണ്. അതിൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സും പറയുന്നതായിരിക്കും. ഇതിൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് കൂടുതലും ഉള്ളത്. നന്നായിട്ട് പഠിക്കാം. ഓക്കെ. ബ്ലോക്ക് 1, ദ റൈസ് ഓഫ് ദി ബ്രിട്ടീഷ് നോവൽ. 18th സെഞ്ചുറിയിൽ ഇംഗ്ലീഷ് നോവൽ ഒരു മേജർ ലിറ്റററി ഫോം ആയിട്ട് വളരുകയാണ്. അതിനു മുമ്പ് പോയട്രിയും അതുപോലെ ഡ്രാമയൊക്കെ ആയിരുന്നു കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ള ലിറ്റററി ഫോംസ്. പക്ഷെ ഗ്രാജുവലി നോവൽസ് എന്തായി മാറുകയാണ്, ഈ സാധാരണ ഓർഡിനറി റീഡേഴ്സിന്റെ ഇടയിൽ വളരെ പോപ്പുലർ ആയിട്ട് മാറുകയാണ്. അതിൽ തന്നെ മിഡിൽ ക്ലാസിന്റെ ഗ്രോത്ത്, അതുപോലെ ലിറ്ററസി വർദ്ധിച്ചത്, പ്രിന്റിംഗ് കൾച്ചർ ഡെവലപ്പ് ചെയ്തത്, ഇതൊക്കെ നോവലിന്റെ പോപ്പുലാരിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിച്ചിട്ടുള്ള ഘടകങ്ങളാണ്. ഇനി നമുക്ക് ഏർലി നോവൽസിന്റെ മേജർ ഫീച്ചേഴ്സ് നോക്കാം എന്തൊക്കെയായിരുന്നു എന്നുള്ളത്. ഫസ്റ്റ് പോയിന്റ്, ഫോക്കസ് ഓൺ ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസ്. അതായത് ഏർലി നോവൽസിന്റെ ഇൻഡിവിജ്വൽ ക്യാരക്ടേഴ്സിന്റെ പേഴ്സണൽ എക്സ്പീരിയൻസും സ്ട്രഗിളും ഒക്കെ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് പോയിന്റ്, റിയലിസ്റ്റിക് പോർട്രയൽ ഓഫ് സൊസൈറ്റി. അതായത് റിയൽ സൊസൈറ്റിയെയും അതുപോലെ എവറിഡേ ലൈഫും റിയലിസ്റ്റിക് ആയിട്ട് അവതരിപ്പിക്കാൻ റൈറ്റേഴ്സ് ശ്രമിച്ചിട്ടുണ്ട്. അടുത്ത പോയിന്റ് ആണ് മോറൽ ആൻഡ് സോഷ്യൽ തീംസ്. അതായത് മൊറാലിറ്റി, സോഷ്യൽ ബിഹേവിയർ, ക്ലാസ് ഡിഫറൻസസ് ഒക്കെ തുടങ്ങിയിട്ടുള്ള തീംസ് നോവൽസിൽ കൂടുതലായിട്ട് കാണാൻ പറ്റും. പിന്നെയുള്ള ഒരു പോയിന്റ് ആണ് പ്രോസ് നറേറ്റീവ് ഫോം. അതായത് പോയട്രി പോലെ തന്നെ വേഴ്സ് ഫോമിലല്ല, പ്രോസ് നറേറ്റീവ് ഫോമിലാണ് നോവൽസ് എഴുതിയിട്ടുള്ളത്. ഇത്രയാണ് ഫീച്ചേഴ്സ് വരുന്നത്. ഇനി നമുക്ക് ഡാനിയൽ ഡീഫോയിനെ പറ്റിയിട്ട് പഠിക്കാം. അദ്ദേഹം ഇംഗ്ലീഷ് നോവലിന്റെ ഫൗണ്ടേഴ്സിൽ ഒരാളായിട്ട് അറിയപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടന്റ് നോവലാണ് റോബിൻസൺ ക്രൂസോ. നമുക്ക് ആ നോവലിന്റെ പ്ലോട്ട് ഒരു ഓവർവ്യൂ നോക്കാം. ഓക്കെ. റോബിൻസൺ ക്രൂസോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മനുഷ്യന് ഒരു ഡെസേർട്ടഡ് ഐലാൻഡിൽ ഒറ്റപ്പെട്ടു പോവുകയാണ്. അവിടെ അദ്ദേഹം ഹാർഡ് വർക്ക് ചെയ്യുന്നു, അതുപോലെ അദ്ദേഹത്തിന്റെ ബുദ്ധിയും അതുപോലെ ഡിറ്റർമിനേഷനും ഒക്കെ ഉപയോഗിച്ചിട്ട് അവിടെ സർവൈവ് ചെയ്യാണ്. ഈ ഒരു നോവൽ സർവൈവൽ സ്റ്റോറി പോലെയാണ് ഡെവലപ്പ് ചെയ്ത് പോകുന്നത്. നമുക്ക് ഇതിന്റെ മേജർ തീംസ് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. ഫസ്റ്റ് പോയിന്റ്, ഇൻഡിവിജ്വലിസം ആൻഡ് സെൽഫ് റിലയൻസ്. അതായത് ക്രൂസോ സ്വന്തം എഫേർട്ട് ഉപയോഗിച്ചിട്ടാണ് അവിടുന്ന് സർവൈവ് ചെയ്യുന്നത്. സെൽഫ് കോൺഫിഡൻസും അതുപോലെ ഇൻഡിപെൻഡൻസും ഒക്കെ നോവല് എംഫസൈസ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് പോയിന്റ് ആണ് കൊളോണിയൽ എക്സ്പാൻഷൻ. അതായത് യൂറോപ്യൻ കൊളോണിയൽ മൈൻഡ് സെറ്റ് നോവലിൽ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഐലാൻഡിനെ കൺട്രോൾ ചെയ്യാനുള്ള ക്രൂസോന്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് കൊളോണിയൽ ഐഡിയാസിനെയും റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. അടുത്ത പോയിന്റ് ആണ് ഹ്യൂമൻ സർവൈവൽ ആൻഡ് ഇൻജെന്യൂനിറ്റി. അതായത് ഡിഫിക്കൾട്ട് സിറ്റുവേഷൻസിൽ മനുഷ്യന്റെ ആ ഒരു ഇന്റലിജൻസും ക്രിയേറ്റിവിറ്റിയും സർവൈവ് ചെയ്യാൻ സഹായിക്കുന്നു എന്നുള്ള അതാണ് നോവൽ കാണിക്കുന്നത്. അതായത് ഒരു ഡിഫിക്കൾട്ട് ആയിട്ടുള്ള സ്ട്രഗിളിംഗ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ മനുഷ്യന്റെ ബുദ്ധിയും അതുപോലെ ക്രിയേറ്റിവിറ്റിയും ഒക്കെ എന്താണ് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു എന്ന് നോവൽ പറയുന്നുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ സിഗ്നിഫിക്കൻസ് നോക്കാം. എന്തൊക്കെയാണ് ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്ന്. ഡീഫോ ഒരു റിയലിസ്റ്റിക് നറേറ്റീവ് സ്റ്റൈൽ ഉപയോഗിച്ചതിനാൽ ഈ ഇംഗ്ലീഷ് നോവലിന്റെ ഫൗണ്ടേഴ്സ് ഒരാളായിട്ട് തന്നെ കൺസിഡർ ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് എന്താണ്, ഒരു റിയലിസ്റ്റിക് നറേറ്റീവ് സ്റ്റൈലാണ്. ഓക്കെ. ഇനി ഇമ്പോർട്ടന്റ് അഡീഷണൽ ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയാൻ, റിയലിസം ഈ നോവലിന്റെ ഒരു മേജർ ഫീച്ചർ ആണ്. അതായത് ഡെയിലി ലൈഫ് ഡീറ്റെയിൽസ് വളരെ റിയലിസ്റ്റിക്കലി ആയിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് ഈ ഒരു റോബിൻസൺ ക്രൂസോയോ അതുപോലെ തന്നെ ഡാനിയൽ ഡീഫോയോ ഒക്കെ പറ്റിയിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് അടുത്ത ആള് സാമുവൽ റിച്ചാർഡ്സൺ ആണ്. അദ്ദേഹത്തിന്റെ ഒരു ഇമ്പോർട്ടന്റ് നോവലാണ് പമീള എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ നോവല് ഒരു എപ്പിസ്റ്റോളർലി ഫോമിലാണ് എഴുതിയിട്ടുള്ളത്. എന്താണ് ഈ എപ്പിസ്റ്റോളർലി ഫോം എന്ന് പറഞ്ഞാല്, അതായത് ലെറ്റേഴ്സ് വഴി സ്റ്റോറി പറയുന്ന ഒരു നറേറ്റീവ് സ്റ്റൈലാണ് എപ്പിസ്റ്റോളറി ഫോം എന്ന് പറയുന്നത്. ഓക്കെ. ക്യാരക്ടേഴ്സ് എഴുതുന്ന ലെറ്റേഴ്സ് വഴി ഇമോഷൻസും അതുപോലെ തോട്ട്സും ഒക്കെ റിവീൽ ചെയ്യാണ് ചെയ്യുന്നത്. ഇതിന്റെ ഫീച്ചേഴ്സ് നോക്കാം. ഓക്കെ. ഫോക്കസ് ഓൺ മോറൽ വെർച്യൂ. അതായത് മോറൽ ബിഹേവിയറിനും അതുപോലെ വെർച്യൂനും ഒക്കെ
നോവലിന് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ നെക്സ്റ്റ് പോയിന്റ് ആണ് ഡീറ്റെയിൽഡ് സൈക്കോളജിക്കൽ അനാലിസിസ്. അതായത് ക്യാരക്ടേഴ്സിന്റെ ഇമോഷനും മെന്റൽ കോൺഫ്ലിക്റ്റും ഒക്കെ ഡീപ്ലി അനലൈസ് ചെയ്യപ്പെടുന്നുണ്ട്. സോ ഇനി നമുക്ക് ഇതിന്റെ തീംസ് നോക്കാം. സോഷ്യൽ ക്ലാസ് കോൺഫ്ലിക്റ്റ്, അതായത് അപ്പർ ക്ലാസ്സും ലോവർ ക്ലാസ്സും തമ്മിലുള്ള ഒരു ഡിഫറൻസസ് നോവലിൽ നമുക്ക് കാണാൻ പറ്റും. വെർച്യൂ ആൻഡ് മൊറാലിറ്റി, അതായത് ഗുഡ് മോറൽ വാല്യൂസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതിന്റെ ഒക്കെ ഒരു ഇമ്പോർട്ടൻസ് നോവൽ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്, നോവൽ എംഫസൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്ത പോയിന്റ് ആണ് ഫീമെയിൽ വെർച്യൂ ആൻഡ് റെസിസ്റ്റൻസ്. അതായത് പ്രമേള തന്റെ ഡിഗ്നിറ്റിയും വെർച്യൂവും ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇമ്പോർട്ടന്റ് അഡീഷണൽ പോയിന്റ് ആയിട്ട് നമുക്ക് സെന്റിമെന്റലിസം ഈ നോവലിൽ കാണാൻ പറ്റും. അതായത് സ്ട്രോങ് ഇമോഷണൽ അപ്പീൽ നോവലിന്റെ ഒരു ഇമ്പോർട്ടന്റ് ഫ്യൂച്ചർ ആണ് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഇവരെ പറ്റിയിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് അടുത്ത ആള് ഹെൻറി ഫീൽഡിംഗ് ആണ്. ഓക്കെ, അദ്ദേഹം റിയലിസ്റ്റിക് ആൻഡ് കോമിക് നോവൽ ട്രഡീഷന് ഫേമസ് ആയിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടന്റ് നോവലാണ് നമുക്ക് പഠിക്കാനുള്ളത് ടോം ജോൺസ്. ഓക്കെ, സോ നമുക്ക് അതിന്റെ ഫീച്ചേഴ്സ് നോക്കാം എന്തൊക്കെയാ വരുന്നത്. ഫസ്റ്റ് വൺ, കോമിക് ആൻഡ് സറ്റൈറിക്കൽ ടോൺ ആണ്. അതായത് നോവല് ഹ്യൂമറസും അതുപോലെ തന്നെ സറ്റൈറിക്കലുമാണ്. സൊസൈറ്റിയിലെ ഹിപ്പോക്രസി ഫീൽഡിങ് കോമഡി വഴിയാണ് ക്രിട്ടിസൈസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത പോയിന്റ് ആണ് ഒംനീഷ്യൻ നരേറ്റർ. അതായത് എല്ലാം അറിയാവുന്ന നരേറ്റർ സ്റ്റോറി പറയുന്ന സ്റ്റൈലാണ് ഈ ഒരു ഒംനീഷ്യൻ നരേഷൻ എന്ന് പറഞ്ഞാൽ. നരേറ്റർ ക്യാരക്ടേഴ്സിന്റെ തോട്ട്സും ആക്ഷൻസും എല്ലാം ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അടുത്തതാണ് എപ്പിസോഡിക് സ്ട്രക്ചർ. അതിന്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കും? നോവല് ഡിഫറെന്റ് എപ്പിസോഡ്സ് ചേർന്നിട്ടാണ് ഡെവലപ്പ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ തീംസ് നോക്കാം. ഹ്യൂമൻ നേച്ചർ, അതായത് ഹ്യൂമൻ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഒക്കെ നോവൽ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടാവും. അടുത്ത പോയിന്റ് ആണ് സോഷ്യൽ ഹിപ്പോക്രസി, അതായത് സൊസൈറ്റിയിലെ ഫേക്ക് മൊറാലിറ്റിയും അതുപോലെ തന്നെ ഹിപ്പോക്രസിയും ഒക്കെ സറ്റയർ ചെയ്യുക. അടുത്ത പോയിന്റ് ആണ് മൊറാലിറ്റി, അതായത് ഗുഡ് ബിഹേവിയറും എത്തിക്കൽ വാല്യൂസും നോവൽ എന്ത് ചെയ്യും? ഡിസ്കസ് ചെയ്യും. പിന്നെ ഇതിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് അഡീഷണൽ പോയിന്റ് ആയിട്ട് പറയാനുള്ളത്, ഫീൽഡിങ് ഫാദർ ഓഫ് ദി ഇംഗ്ലീഷ് നോവൽ എന്നും അറിയപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിന്റെ നരേറ്റീവ് ടെക്നിക്കാണ് പിന്നീട് വന്ന നോവലിസ്റ്റ് ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്. സോ ഇത്രയാണ് നമുക്ക് ഈ ഒരു ബ്ലോക്കിൽ പഠിക്കാനുള്ളത്. ഇപ്പൊ ഇതുവരെ പഠിച്ചത് ഇംഗ്ലീഷ് നോവലിന്റെ റൈസ്, അതുപോലെ തന്നെ ഡാനിയൽ ഡീഫോയെ പറ്റിയിട്ട് അദ്ദേഹത്തിന്റെ വർക്ക്, അതുപോലെ സാമുവൽ റിച്ചാർഡ്സൺ, ഹെൻറി ഫീൽഡിങ്, അതുപോലെ റിയലിസം, എപ്പിസ്റ്റോളാർലി ഫോം, അതുപോലെ ഒംനീഷ്യന്റ് നരേറ്റർ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യനും അതുപോലെ തന്നെ അതിന്റെ ലോങ് ആൻസേഴ്സും ഒക്കെ ഞാൻ നോട്ട്സിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് ബ്ലോക്ക് നോക്കാം. ബ്ലോക്ക് 2, ദ റൊമാൻറ്റിക് ആൻഡ് ഏർലി 90th സെഞ്ചുറി നോവൽ. സോ ഈ പീരീഡിൽ നോവൽസ് കൂടുതലും റിയലിസ്റ്റിക്കും അതുപോലെ തന്നെ സോഷ്യലി ഡീറ്റെയിൽഡും ഒക്കെ ആയിട്ട് മാറുകയാണ്. ഡൊമസ്റ്റിക് ലൈഫ്, സോഷ്യൽ ക്ലാസ്, റിലേഷൻഷിപ്സ്, ഹിസ്റ്ററി എന്നിവ ഒക്കെ നോവൽസിലെ ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റ് ആയിട്ട് മാറി. സോ നമുക്ക് ആദ്യം തന്നെ ജെയിൻ ഓസ്റ്റൻ എന്ന് പറഞ്ഞിട്ടുള്ള ആളെ പറ്റിയിട്ട് നോക്കാം. ഓക്കെ, ജെയിൻ ഓസ്റ്റന് ഇംഗ്ലീഷ് നോവലിലെ ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വുമൺ നോവലിസ്റ്റിലെ ഒരാളാണ്. അവരുടെ നോവൽസ് മിഡിൽ ക്ലാസ് സൊസൈറ്റിയെയും അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ലൈഫിനെയും ഒക്കെ വളരെ റിയലിസ്റ്റിക് ആയിട്ട് പോർട്രേ ചെയ്യുന്നുണ്ട്. അവരുടെ ഇമ്പോർട്ടൻറ്റ് നോവലാണ് പ്രൈഡ് ആൻഡ് പ്രെജുഡൈസ് എന്ന് പറഞ്ഞിട്ടുള്ള വർക്ക്. സോ നമുക്ക് അതിലെ പ്ലോട്ട് നോക്കാം എന്തൊക്കെയാ വരുന്നതെന്ന്. നോവല് എലിസബത്ത് ബെന്നറ്റ് എന്ന ഒരു ഇന്റലിജന്റ് ഒക്കെ ആയിട്ടുള്ള ഒരു യങ് വുമന്റെയും അതുപോലെ തന്നെ മിസ്റ്റർ ഡേഴ്സി എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുടെയും റിലേഷൻഷിപ്പിനെ ഫോളോ ചെയ്യുന്നതാണ്. ഓക്കെ, ഇനീഷ്യലി എലിസബത്ത് ഈ ഡാസിയെ പറ്റിയിട്ട് ഒരു അറോഗന്റ് ആയിട്ടുള്ള ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ചെയ്യാണ്. അതായത് തെറ്റിദ്ധരിക്കുകയാണ്, ഡേഴ്സി എന്നുള്ളൊരു വ്യക്തിത്വത്തിനെ തെറ്റിദ്ധരിക്കുകയാണ്. ഡേഴ്സിക്കും അതുപോലെ തന്നെ എലിസബത്തിനെ കുറിച്ചിട്ട് ഒരു റോങ് അസംഷൻ ഉണ്ടായിരുന്നു. ഓക്കെ, അതായത് രണ്ടുപേർക്കും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും എന്താണ് മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് എന്നാണ് പറയുന്നത്. പക്ഷെ ഗ്രാജുവലി അവർ പരസ്പരം എന്താണ് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ഇവോൾവിംഗ് റിലേഷൻഷിപ്പ് ആണ് ഈ ഒരു നോവലിന്റെ ഒരു സെൻട്രൽ ഫോക്കസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് ഇതിലെ മെയിൻ തീംസ് നോക്കാം എന്തൊക്കെയാ വരുന്നതെന്ന്. ഫസ്റ്റ് വൺ, മാരേജ് ആൻഡ് സോഷ്യൽ സ്റ്റാറ്റസ് ആണ്. മാരേജ് ലവ് മാത്രമല്ല
ലവ് മാത്രം അടിസ്ഥാനമാക്കിയിട്ടല്ല. പിന്നെയോ സോഷ്യൽ സ്റ്റാറ്റസും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സെക്യൂരിറ്റിയും ഒക്കെ അടിസ്ഥാനമാക്കിയിട്ടായിരുന്നു സൊസൈറ്റിയിൽ കാണപ്പെട്ടിട്ടുള്ളത്. ഓസ്റ്റിന് ഈ ഒരു സോഷ്യൽ റിയാലിറ്റി നോവലിൽ അവതരിപ്പിക്കുന്നുണ്ട്. നെക്സ്റ്റ് പോയിന്റ് ആണ് ക്ലാസ് ഡിസ്റ്റിങ്ഷൻ. അതായത് അപ്പർ ക്ലാസ്സും മിഡിൽ ക്ലാസ്സും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസസ് നോവല് ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അടുത്ത പോയിന്റ് ആണ് ഇൻഡിവിജ്വൽ ജഡ്ജ്മെന്റ് ആൻഡ് സെൽഫ് നോളജ്. ക്യാരക്ടേഴ്സിന് സ്വന്തം മിസ്റ്റേക്സ് റിയലൈസ് ചെയ്യുകയും അതുപോലെ തന്നെ സെൽഫ് അവയർനെസ് ഡെവലപ്പ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എലിസബത്തും ഡാർസിയും രണ്ടുപേരും പേഴ്സണൽ ഗ്രോത്ത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് ഈ ഒരു നോവലിൽ. ഓക്കെ, സോ ഇനി നമുക്ക് ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. ഫസ്റ്റ് വൺ, റിയലിസ്റ്റിക് ഡെപിക്ഷൻ ഓഫ് ഡൊമസ്റ്റിക് ലൈഫ്. അതായത് ഫാമിലി റിലേഷൻഷിപ്സ്, അതുപോലെ സോഷ്യൽ വിസിറ്റ്സ്, മാരേജ് ഡിസ്കഷൻസ് പോലുള്ള ഈ എവറിഡേ ലൈഫ് സിറ്റുവേഷൻസ് ഉണ്ടാവുമല്ലോ, അത് ഓസ്റ്റിന് വളരെ റിയലിസ്റ്റിക് ആയിട്ട് തന്നെ അവതരിപ്പിക്കുന്നുണ്ട്. അതിലൊരു ആർട്ടിഫിഷ്യാലിറ്റി ഒന്നും കൊടുക്കുന്നില്ല. റിയലിസ്റ്റിക് ആയിട്ട് എങ്ങനെയാണോ ഉള്ളത് അത് അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അവതരിപ്പിക്കുന്നുണ്ട്. അടുത്ത പോയിന്റ് ആണ് അയണി ആൻഡ് ഹ്യൂമർ. ജെയിൻ ഓസ്റ്റിന് സബ്റ്റിൽ ഐറണിയും അതുപോലെ തന്നെ ജെന്റിൽ ഹ്യൂമറും ഒക്കെ വളരെ എഫക്റ്റീവ് ആയിട്ട് തന്നെ ഉപയോഗിക്കുന്നുണ്ട്. ഐറണിയും ഉണ്ട്, അതുപോലെ തന്നെ ഹ്യൂമറും ഉണ്ട്. അടുത്ത പോയിന്റ് ആണ് സ്ട്രോങ് ഫീമെയിൽ ക്യാരക്ടേഴ്സ്. എലിസബത്ത് ബെന്നറ്റ് അതുപോലെ തന്നെ ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു ഇൻഡിപെൻഡന്റ് മൈൻഡഡ് ഒക്കെ ആയിട്ടുള്ള ഒരു സ്ട്രോങ് ഫീമെയിൽ ക്യാരക്ടറാണ്. സോ അവരുടെ ക്യാരക്ടേഴ്സ് എങ്ങനെയാണ്, സ്ട്രോങ് ആയിരിക്കും എന്നാണ് പറയുന്നത്. പിന്നെ ഇതിലൊരു ഇമ്പോർട്ടന്റ് അഡീഷണൽ പോയിന്റ് ആയിട്ടുള്ളതാണ് ഓസ്റ്റിന് കോമഡി ഓഫ് മാനേഴ്സ് ട്രഡീഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നോവലിസ്റ്റ് ആയിട്ടുള്ള ആളാണ്. അതായത് സൊസൈറ്റിയിലെ മാനേഴ്സും അതുപോലെ ക്ലാസ് ബിഹേവിയറും ഒക്കെ നോവലിൽ ഹ്യൂമർ വഴിയാണ് അവതരിപ്പിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ഫ്രീ ഇൻഡയറക്റ്റ് സ്പീച്ച്. അതായത് നരേറ്ററിന്റെയും അതുപോലെ തന്നെ ക്യാരക്ടറിന്റെയും ഒക്കെ തോട്ട്സ് ഉണ്ടാവുമല്ലോ, അത് മിക്സ് ചെയ്യുന്ന ഒരു നരേറ്റീവ് ടെക്നിക്കാണ് ഓസ്റ്റിൻ ഉപയോഗിച്ചിട്ടുള്ളത്. സോ ഇത്രയാണ് ഓസ്റ്റിനെ പറ്റിയിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് വാൾട്ടർ സ്കോട്ടിനെ പറ്റിയിട്ട് നോക്കാം. വാൾട്ടർ സ്കോട്ട് ഹിസ്റ്റോറിക്കൽ നോവലിന്റെ ഫാദർ ആയിട്ട് അറിയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടന്റ് നോവലാണ് വേവർലി. ഓക്കെ, സോ ഇതിന്റെ കോൺട്രിബ്യൂഷൻസ് നോക്കാം. ഫസ്റ്റ് വൺ, ഫാദർ ഓഫ് ദി ഹിസ്റ്റോറിക്കൽ നോവൽ. ഹിസ്റ്ററിയും അതുപോലെ തന്നെ ഫിക്ഷനും ഒക്കെ കമ്പൈൻ ചെയ്തിട്ട് റിയലിസ്റ്റിക് ഹിസ്റ്റോറിക്കൽ നോവൽസിൽ പോപ്പുലർ ആക്കിയിട്ടുള്ളത് ആരാണ്, വാൾട്ടർ സ്കോട്ട് ആണ്. സോ നമുക്ക് ഫീച്ചേഴ്സ് നോക്കാം എന്തൊക്കെയാ വരുന്നത്. ഫസ്റ്റ് വൺ, കോമ്പിനേഷൻ ഓഫ് ഹിസ്റ്ററി ആൻഡ് ഫിക്ഷൻ. നമ്മളിപ്പോൾ പറഞ്ഞ പോയിന്റ് തന്നെ, അതായത് റിയൽ ഹിസ്റ്ററിക്കൽ ഇവന്റ്സും അതുപോലെ തന്നെ ഫിക്ഷണൽ ക്യാരക്ടേഴ്സും കൂടി ചേർന്നതാണ് സ്കോട്ട് നോവൽസ് എഴുതിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അടുത്ത പോയിന്റ്, ഡെപിക്ഷൻ ഓഫ് സ്കോട്ടിഷ് കൾച്ചർ ആൻഡ് പൊളിറ്റിക്സ്. അതായത് സ്കോട്ട് എഴുതുന്ന എങ്ങനെയാന്ന് വെച്ചാൽ സ്കോട്ടിഷ് ഹിസ്റ്ററി ഉണ്ടാവും, അതുപോലെ കൾച്ചർ ഉണ്ടാവും, ട്രഡീഷൻസ് ഉണ്ടാവും, പൊളിറ്റിക്സ് ഉണ്ടാവും. ഇതെല്ലാം കൂടി നോവൽസിൽ എന്തായിരിക്കും, നല്ല നല്ല ക്ലിയർലി നമുക്ക് കാണാൻ പറ്റും, വിവിഡ്ലി പോർട്രേ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ്, സ്കോട്ടിഷ് ഹിസ്റ്ററി, കൾച്ചർ, ട്രഡീഷൻസ്, പൊളിറ്റിക്സ് എല്ലാം അതിലുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ ഇതിലൊരു അഡീഷണൽ പോയിന്റ് ആയിട്ട് എന്ന് പറയാന് റൊമാൻറ്റിക് നാഷണാലിസം സ്കോട്ടിന്റെ നോവൽസിൽ നമുക്ക് കാണാൻ പറ്റും. സ്കോട്ടിഷ് ഐഡന്റിറ്റിയും അതുപോലെ തന്നെ കൾച്ചറൽ പ്രൈഡും ഒക്കെ നോവല് എംഫസൈസ് ചെയ്യുന്നുണ്ട്. പിന്നീടുള്ള ഒരു ഫീച്ചറാണ് ഡീറ്റെയിൽഡ് ഹിസ്റ്റോറിക്കൽ സെറ്റിങ്സ്. അതായത് പാസ്റ്റ് ഹിസ്റ്റോറിക്കൽ പീരീഡ്സ് റിയലിസ്റ്റിക് ആയിട്ട് തന്നെ റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുണ്ട്. സോ ഇത്രയാണ് നമ്മളെ ബ്ലോക്ക് 2 വരുന്നത്. ഓക്കെ, ദ റൊമാൻറ്റിക് ആൻഡ് ഏർലി 90th സെഞ്ചുറി എന്ന് പറഞ്ഞിട്ടുള്ള നോവൽ. ഈ നോവലിൽ ഇപ്പൊ ഈ ബ്ലോക്കിൽ ഇപ്പൊ നമ്മൾ ജെയിൻ ഓസ്റ്റിൻ പറഞ്ഞു, പ്രൈഡ് ആൻഡ് പ്രജുഡൈസ് പറഞ്ഞു, വാൾട്ടർ സ്കോട്ട് പറഞ്ഞു, ഹിസ്റ്റോറിക്കൽ നോവൽ, ഐറണി, ഡൊമസ്റ്റിക് റിയലിസം, ക്ലാസ് ഡിസ്റ്റിങ്ഷൻ, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞു പോയിട്ടുള്ളത്. സോ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ലോങ് ആൻസേഴ്സും ഞാൻ നോട്ട്സിൽ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ നമുക്ക് അടുത്ത ബ്ലോക്കിലേക്ക് പോവാം. ബ്ലോക്ക് 3, ദ വിക്ടോറിയൻ നോവൽ. അതാണ് നമുക്കിനി പഠിക്കാനുള്ളത്. വിക്ടോറിയൻ പീരീഡിൽ നോവൽസ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലെ മോസ്റ്റ് പോപ്പുലർ ലിറ്റററി ഫോമായിട്ട് മാറാണ് ചെയ്തിട്ടുള്ളത്. ഈ കാലഘട്ടത്തിലെ നോവലിസ്റ്റ് സൊസൈറ്റിയുടെ ഓൾമോസ്റ്റ് എല്ലാ ആസ്പെക്ട്സും നോവൽസ് വഴി പോർട്രേ ചെയ്തു. സോഷ്യൽ പ്രോബ്ലംസ്, പോവേർട്ടി, ഇൻഡസ്ട്രിയലൈസേഷന്, അതുപോലെ ആ സമയത്ത് ആ കാലഘട്ടത്തിൽ അവിടെയുള്ള എല്ലാ കാര്യങ്ങളെ പറ്റിയും, ക്ലാസ് ഡിഫറൻസസ്, വുമൻസിന്റെ കണ്ടീഷന് തുടങ്ങിയ ഇഷ്യൂസ് വിക്ടോറിയൻ നോവൽസിൽ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ കാണാൻ പറ്റും. സോ നമുക്ക് വിക്ടോറിയൻ ഫിക്ഷന്റെ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം.
ഫസ്റ്റ് വൺ ഡീറ്റെയിൽഡ് റെപ്രസെൻറ്റേഷൻ ഓഫ് സൊസൈറ്റി. അതായത് വിക്ടോറിയൻ നോവൽസ് സൊസൈറ്റിയെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പോർട്രേ ചെയ്തിട്ടുണ്ട്. അതായത് ഡിഫറെൻറ്റ് സോഷ്യൽ ക്ലാസ്സസും അതുപോലെ എവറിഡേ ലൈഫും നോവൽസിലെല്ലാം വൃത്തിയായിട്ട് തന്നെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. സെക്കൻഡ് പോയിന്റ് ആണ് കൺസേൺ വിത്ത് ദ സോഷ്യൽ പ്രോബ്ലംസ്. അതായത് അവിടെയുള്ള ഈ പോവേർട്ടി, ചൈൽഡ് ലേബർ, ഇനീക്വാളിറ്റി, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ പോലുള്ള സോഷ്യൽ ഇഷ്യൂസ് നോവൽ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. അടുത്തൊരു പോയിന്റ് ആണ് ലാർജ് ആൻഡ് കോംപ്ലക്സ് പ്ലോട്ട്സ്. അതായത് ഈ വിക്ടോറിയൻ നോവൽസിൽ സാധാരണയായിട്ട് ലോങ് നോവൽസ് ആയിരിക്കും ഉണ്ടാവുക. അതിൽ മൾട്ടിപ്പിൾ ക്യാരക്ടേഴ്സും അതുപോലെ തന്നെ സബ് പ്ലോട്ടും ഒക്കെ ഉള്ള ഒരു കോംപ്ലക്സ് സ്ട്രക്ചർ നമുക്ക് അവിടെ കാണാൻ പറ്റും. ഓക്കെ, അടുത്തൊരു പോയിന്റ് ആണ് ഡെവലപ്മെന്റ് ഓഫ് മെമ്മറബിൾ ക്യാരക്ടേഴ്സ്. അതായത് വിക്ടോറിയൻ നോവലിസ്റ്റ് സ്ട്രോങ് ആയിട്ടും അതുപോലെ തന്നെ അൺഫോർഗറ്റബിൾ ആയിട്ടുമുള്ള ക്യാരക്ടേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്രയാണ് വിക്ടോറിയൻ ഫിക്ഷന്റെ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നത്. ഇനി നമുക്ക് ചാൾസ് ഡിക്കൻസിനെ പറ്റിയിട്ട് പഠിക്കാം. ചാൾസ് ഡിക്കൻസ് വിക്ടോറിയൻ ഏജിലെ ഒരു മോസ്റ്റ് ഫേമസ് നോവലിസ്റ്റിലെ ഒരാളാണ്. അദ്ദേഹം സോഷ്യൽ ക്രിറ്റിസിസത്തിന് ഫേമസ് ആയിട്ടുള്ളൊരു റൈറ്റർ കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടൻറ്റ് നോവലാണ് ഗ്രേറ്റ് എക്സ്പെക്ടേഷൻസ്. സോ നമുക്കതിന്റെ പ്ലോട്ട് നോക്കാം. പിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓർഫൻ ബോയ്, അനാഥയാണ്, ജെന്റിൽമാൻ ആകാൻ വേണ്ടിയിട്ട് കാര്യമായിട്ട് ഡ്രീം ചെയ്യാണ്, സ്വപ്നം കാണാണ് ജെന്റിൽമാൻ ആവാൻ വേണ്ടിയിട്ട്. ലൈഫിൽ വെൽത്തും ഹൈ സോഷ്യൽ സ്റ്റാറ്റസും നേടാൻ വേണ്ടിയിട്ട് അദ്ദേഹം ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ പിന്നീട് പിപ്പ് ട്രൂ ഹാപ്പിനെസ് എന്ന് പറയുന്നത് വെൽത്തിൽ മാത്രമല്ല മോറൽ വാല്യൂസിലാണെന്ന് മനസ്സിലാക്കുകയാണ്. അതാണ് അതിന്റെ മെയിൻ പ്ലോട്ട് എന്ന് പറയുന്നത്. സോ ഇതിന്റെ തീംസ് നോക്കിയാലോ. ഫസ്റ്റ് വണ്ണ് വരുന്നത് സോഷ്യൽ ക്ലാസ് ആൻഡ് അംബീഷൻ. അതായത് സോഷ്യൽ സ്റ്റാറ്റസ് ഇംപ്രൂവ് ചെയ്യാനുള്ള അംബീഷൻ ആണ് നോവലിൽ സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നത്. അതായത് സോഷ്യൽ സ്റ്റാറ്റസ് ഒന്നുകൂടി മെച്ചപ്പെടുത്താനും വേണ്ടിയിട്ടുള്ള ആ ഒരു അംബീഷന്, ആ ഒരു ആഗ്രഹമാണ് നോവലിൽ സ്ട്രോങ് ആയിട്ട് കാണാൻ പറ്റുന്നത്. അടുത്ത പോയിന്റ് ആണ് മോറൽ ഡെവലപ്മെന്റ്. പിപ്പ് ഗ്രാജുവലി പേഴ്സണൽ ഗ്രോത്ത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്, ലൈഫ് ലെസൺസ് വഴി മെച്യൂർ ആകുന്നുണ്ട്. ഓക്കെ, അടുത്ത പോയിന്റ് ആണ് വെൽത്ത് ആൻഡ് ഹാപ്പിനെസ്. മണി മാത്രം ഹാപ്പിനെസ് നൽകില്ല എന്നുള്ള ഒരു കാര്യം കൂടി നോവൽ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. സോ ഇനി നമുക്ക് ഇതിന്റെ ഫീച്ചേഴ്സ് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. ഫസ്റ്റ് വൺ മെമ്മറബിൾ ക്യാരക്ടേഴ്സ്. നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, ഡിക്കൻസ് യുണീക്കും അതുപോലെ തന്നെ മറക്കാൻ പറ്റാത്തതുമായിട്ടുള്ള അൺഫോർഗറ്റബിളുമായിട്ടുള്ള ക്യാരക്ടേഴ്സിനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അടുത്തൊരു പോയിന്റ് ആണ് സോഷ്യൽ ക്രിറ്റിസിസം. വിക്ടോറിയൻ സൊസൈറ്റിയിലെ ഇനീക്വാളിറ്റിയും അതുപോലെ തന്നെ ഇൻജസ്റ്റിസും ഒക്കെ ഡിക്കൻസ് ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പോയിന്റ് ആണ് ഇമോഷണൽ സ്റ്റോറി ടെല്ലിംഗ്. സ്ട്രോങ് ആയിട്ടുള്ള ഇമോഷൻസും അതുപോലെ തന്നെ സെന്റിമെന്റൽ സീൻസും ഒക്കെ നമ്മളൊക്കെ ഈ ഒരു നോവലിൽ കാണാൻ സാധിക്കും. ഇനി ഒരു അഡീഷണൽ പോയിന്റ് ആയിട്ടുള്ളത് ഡിക്കൻസ് ഹ്യൂമറും അതുപോലെ തന്നെ പാത്തോസും മിക്സ് ചെയ്യുന്ന സ്റ്റൈലാണ് ഫേമസ് ആയിട്ടുള്ള ഒരാളാണ്. ഓക്കെ, സോ ഇത്രയാണ് ചാൾസ് ഡിക്കനെ പറ്റിയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ള ആളെന്ന് പറഞ്ഞാൽ ഷാർലറ്റ് ബ്രോണ്ടി ആണ്. ഷാർലറ്റ് ബ്രോണ്ടി വിക്ടോറിയൻ വുമൺ നോവലിസ്റ്റിലെ ഒരു ഇമ്പോർട്ടൻറ്റ് റൈറ്റർ ആണ്. അവരുടെ ഫേമസ് നോവലാണ് ജെയിൻ എയർ എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്കതിന്റെ പ്ലോട്ട് നോക്കാം. ജെയിൻ എയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓർഫൻ ഗേള് ഗവേണേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യാണ്. ലേറ്റർ അവള് മിസ്റ്റർ റോഷെസ്റ്ററിനോട് ഒരു ലവ് ഡെവലപ്പ് ചെയ്ത് വരികയാണ്. സോ ഈ നോവല് ജെയിൻ്റെ ഒരു ഇമോഷണൽ ജേണിയും അതുപോലെ തന്നെ പേഴ്സണൽ സ്ട്രഗിൾസും ഒക്കെയാണ് ഫോളോ ചെയ്യുന്നത്. അതായത് ഒരു ഓർഫൺ ഗേൾ ആണ്, ഗവേണേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നു, അവർക്ക് ഒരു റോഷെസ്റ്ററിനോട് ഒരു പ്രണയം തോന്നുകയാണ്. അങ്ങനെയാണ് ഈ ഒരു നോവല് പോകുന്നത്. സോ നമുക്ക് അതിന്റെ തീംസ് നോക്കാം എന്തൊക്കെയാ വരുന്നതെന്ന്. ഫസ്റ്റ് വൺ ഇൻഡിവിജ്വൽ ഇൻഡിപെൻഡൻസ്. അതായത് ജെയിന് സ്വന്തം ഐഡന്റിറ്റിയും അതുപോലെ തന്നെ ഇൻഡിപെൻഡൻസും ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണ്. അടുത്ത പോയിന്റ് ആണ് ജെൻഡർ ഇനീക്വാളിറ്റി. അതായത് വുമണ് സൊസൈറ്റിയിൽ ഫേസ് ചെയ്യുന്ന ഇനീക്വാളിറ്റി ഒക്കെ നോവലിൽ നമുക്ക് നല്ല വൃത്തിക്ക് തന്നെ കാണാൻ പറ്റും. അടുത്ത പോയിന്റ് ആണ് മോറൽ ഇന്റഗ്രിറ്റി. അതായത് ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസിലും ജെയിന് തന്റെ മോറൽ വാല്യൂസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, അതൊരിക്കലും വിട്ടുകൊടുക്കുന്നില്ല. മോറൽ വാല്യൂസ് അത് മെയിൻറ്റെയിൻ ചെയ്തിട്ട് തന്നെയാണ് നോവലിൽ കാണിക്കുന്നത്. സോ നമുക്ക് ഇതിന്റെ സിഗ്നിഫിക്കൻസ് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. ഈ നോവല് ഫീമെയിൽ ഓട്ടോണമിയും അതുപോലെ തന്നെ സൈക്കോളജിക്കൽ ഡെപ്തും എംഫസൈസ് ചെയ്യുന്ന ഒരു ഏർലിയസ്റ്റ് നോവലിൽ ഒന്നായിട്ട് കൺസിഡർ ചെയ്യപ്പെടുന്നുണ്ട്. എന്തൊക്കെയാ പറഞ്ഞിട്ടുള്ളത്? ഫീമെയിൽ ഓട്ടോണമിയും അതുപോലെ തന്നെ സൈക്കോളജിക്കൽ ഡെപ്തും
എംഫസൈസ് ചെയ്യുന്ന ഊന്നിക്കുന്ന ഒരു ഏർലിയസ്റ്റ് നോവലിൽ ഒന്നായിട്ട് കൺസിഡർ ചെയ്യപ്പെടുന്നുണ്ട്. സോ ഇതിൽ ഒരു ഇമ്പോർട്ടന്റ് അഡീഷണൽ പോയിന്റ് ആയിട്ട് വരുന്നത് ഫസ്റ്റ് പേഴ്സൺ നരേഷന് ഈ നോവലിന്റെ മേജർ ഫീച്ചറാണ്. ഓക്കെ, ഫസ്റ്റ് പേഴ്സണിലാണ് ഇത് ചെയ്യുന്നത്, അതായത് ജെയിന് സ്വന്തം സ്റ്റോറി തന്നെ നരേറ്റ് ചെയ്യാണ്. പിന്നെ പറയുന്നത് ഗോത്തിക് എലമെന്റ്സ് നോവലിൽ കാണാം, അതായത് മിസ്റ്ററി, ഡാർക്ക് അറ്റ്മോസ്ഫിയർ, ഇമോഷണൽ ടെൻഷൻ ഒക്കെ തുടങ്ങിയവ. സോ ഇത്രയാണ് ഷാർലറ്റ് ബ്രോണ്ടിനെ പറ്റിയിട്ട് പറയാനുള്ളത്, അവരുടെ വർക്കിനെ പറ്റിയും പറയാനുള്ളത്. ഇനി നമുക്ക് നോക്കാനുള്ളത് തോമസ് ഹാർഡിയാണ്. ഇദ്ദേഹം ഒരു പെസിമിസ്റ്റിക് വിക്ടോറിയൻ നോവലിസ്റ്റ് ആയിട്ട് അറിയപ്പെടുന്നുണ്ട്. അതായത് പെസിമിസ്റ്റിക് വിക്ടോറിയൻ നോവലിസ്റ്റ് എന്ന് പറയുമ്പം വിക്ടോറിയൻ പീരീഡിലുള്ള ഒരു റൈറ്ററാണ്. അവര് കൂടുതലും ഷോക്കേസ് ചെയ്തിട്ടുള്ളത് സാഡ്, ഡാർക്ക് അല്ലെങ്കിൽ ഡിസപ്പോയിന്റിങ് സൈഡ് ഓഫ് ലൈഫ് ആയിരിക്കും. ഓക്കെ, നോവൽസിൽ കൂടുതലും കാണിച്ചിട്ടുണ്ടാവുക. അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടൻറ്റ് നോവലാണ് ടെസ് ഓഫ് ദി ഡൂബർവില്ലെ. സോ നമുക്ക് ഇതിന്റെ പ്ലോട്ട് നോക്കാം. ടെസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പൂവർ വില്ലേജ് ഗേൾ ആണ്. അവൾ മനസ്സിലാക്കുകയാണ് അവളുടെ ഫാമിലി ഒരു റിച്ച് ആയിട്ടുള്ള ഡോബർവില്ലെ ഫാമിലി ആയിട്ട് ബിലോങ് ചെയ്യുന്നുണ്ട് എന്ന്. അങ്ങനെ അവരെ കാണാൻ വേണ്ടിയിട്ട് അവൾ അങ്ങോട്ടേക്ക് പോവാണ്. അവിടെ വെച്ച് അവൾ ഒരുപാട് സഫറിങ്സ് ഫേസ് ചെയ്യാണ്. അതുപോലെ തന്നെ അലക് ഡൂബർവില്ലെ എന്ന് പറഞ്ഞിട്ടുള്ള ആളെ അവളെ മിസ്ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവളുടെ ലൈഫ് മൊത്തം എന്താ പറയാ, ഒരു സാഡ്ലി ചേഞ്ചസ് വരികയാണ് അവൾക്ക്. അങ്ങനെ ലേറ്റർ ടെസ് ഒരു ഏഞ്ചൽ ക്ലയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുമായിട്ട് പ്രണയത്തിലാവുകയാണ്. അങ്ങനെ അദ്ദേഹത്തിനെ തന്നെ മാരി ചെയ്യുന്നുണ്ട്. പക്ഷെ വീണ്ടും പ്രോബ്ലംസ് വരുവാണ്, കാരണം അയാൾ ഇവളുടെ പാസ്റ്റ് അറിഞ്ഞിട്ട് പ്രശ്നങ്ങളിലേക്ക് പോവുകയാണ്. ഓക്കെ, അങ്ങനെ ഒരുപാട് സ്ട്രഗിൾസിന്റെയും വിഷമങ്ങൾക്കും ഒക്കെ ശേഷം ടെസ്സിന്റെ ലൈഫ് ഒരു ട്രാജിക്കലി എൻഡ് ചെയ്യാണ്, ദാരുണ അന്ത്യം വരികയാണ്. സോ ഇത് കാണിക്കുന്നത് എന്താ വെച്ചാല് ഈ ഒരു സൊസൈറ്റിന്റെയും വിധിയുടെയും ഒക്കെ ഒരു ക്രുവാലിറ്റിയാണ് കാണിക്കുന്നത്. ഇത്രയാണ് നമുക്ക് പ്ലോട്ട് വരുന്നത്. ഇനി നമുക്ക് തീംസ് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ, ഫേറ്റ് ആൻഡ് ട്രാജഡി. ടെസ്സിന്റെ ലൈഫ് ഫേറ്റും ട്രാജിക് സർക്കംസ്റ്റൻസും കൊണ്ടിട്ട് മൊത്തം എഫക്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത പോയിന്റ് ആണ് സോഷ്യൽ ഇൻജസ്റ്റിസ്. സൊസൈറ്റി വുമണിനെ അൺഫെയർ ആയിട്ട് ജഡ്ജ് ചെയ്യുന്നതാണ് നോവൽ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു കാര്യം. അടുത്ത പോയിന്റ് ആണ് റൂറൽ ലൈഫ്. വില്ലേജ് ലൈഫും നാച്ചറും ഒക്കെ ഹാർഡി റിയലിസ്റ്റിക്കലി പോർട്രേ ചെയ്യുന്നുണ്ട് ഈ നോവലില്. സോ നമുക്ക് ഇതിന്റെ സ്റ്റൈല് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ, പെസിമിസ്റ്റിക് വേൾഡ് വ്യൂ. ലൈഫ് പല സമയത്തും ക്രൂവലും അതുപോലെ തന്നെ അൺഫെയറും ആണെന്നാണ് ഇദ്ദേഹം അവതരിപ്പിക്കുന്നത്. അടുത്തൊരു പോയിന്റ് ആണ് റിയലിസ്റ്റിക് ഡെപിക്ഷൻ ഓഫ് ഹ്യൂമൻ സഫറിങ്. അതായത് ഹ്യൂമൻ പെയിനും സഫറിങ്സും ഒക്കെ നോവലിൽ റിയലിസ്റ്റിക് ആയിട്ട് തന്നെ പോർട്രേ ചെയ്യുന്നുണ്ട് ഹാർഡ്ലി. ഓക്കെ, ഇനി ഇതിലേക്കൊരു അഡീഷണൽ പോയിന്റ് ആയിട്ട് വരുന്നത് ഹാർഡ്ലി നാച്ചുറലിസവുമായി ബന്ധപ്പെട്ടിട്ട് നോവലിസ്റ്റ് ആണെന്നുള്ളതാണ്. സോ നമ്മൾ ഈ ഒരു എസ്സേയിലും കാര്യങ്ങളിലൊക്കെ എഴുതുന്ന സമയത്ത് ഈ പോയിന്റ് നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. ഇനി ഹ്യൂമൻ ലൈഫ് ഫേറ്റും എൻവയോൺമെന്റും ഒക്കെ കൺട്രോൾ ചെയ്യുന്നു എന്നുള്ള ഒരു ഐഡിയ നോവലിൽ നമുക്ക് കാണാൻ പറ്റും. സോ ഇത്രയാണ് നമ്മൾ ഈ ഒരു ബ്ലോക്ക് 3 വരുന്നത്, ദ വിക്ടോറിയൻ നോവൽ. ഈ ബ്ലോക്കിൽ നമ്മൾ വിക്ടോറിയൻ ഫിക്ഷൻസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതുപോലെ ചാൾസ് ഡിക്കന്, ഷാർലറ്റ് ബ്രോണ്ടെ, തോമസ് ഹാർഡ്ലി, പിന്നെ അതുപോലെ തന്നെ സോഷ്യൽ ക്രിറ്റിസിസം, ഫീമെയിൽ ഓട്ടോണമി, പെസിമിസം കാര്യങ്ങളൊക്കെയാണ് പഠിച്ചിട്ടുള്ളത്. സോ ഇതിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ലോങ് ആൻസേഴ്സും കാര്യങ്ങളും എല്ലാം നോട്ട്സിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ നമുക്ക് ബ്ലോക്ക് 4ലേക്ക് പോവാം. ബ്ലോക്ക് 4, ഏർലി 20th സെഞ്ച്വറി മോഡേൺ നോവൽ. സോ 20th സെഞ്ച്വറിയിൽ നോവൽസ് ട്രഡീഷണൽ സ്റ്റോറി ടെല്ലിങ്ങിൽ നിന്നൊക്കെ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. മോഡേൺ റൈറ്റേഴ്സ് മനുഷ്യന്റെ ഇന്നർ മൈൻഡ്, അതുപോലെ സൈക്കോളജി, കൺഫ്യൂഷൻ, ഐസൊലേഷൻ എന്നിവയൊക്കെ പറ്റി കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മോഡേൺ ഫിക്ഷൻസ് കൂടുതലും എക്സ്പെരിമെന്റലും അതുപോലെ തന്നെ സൈക്കോളജിക്കലും ആയി മാറിയിട്ടുള്ളത്. സോ നമുക്ക് മോഡേൺ ഫിക്ഷന്റെ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ, സൈക്കോളജിക്കൽ എക്സ്പ്ലോറേഷൻ. അതായത് ക്യാരക്ടേഴ്സിന്റെ ഇന്നർ തോട്ട്സും ഇമോഷൻസും മെന്റൽ കോൺഫ്ലിക്ട്സും ഇതൊക്കെ ഡീപ്പായിട്ട് തന്നെ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അടുത്ത പോയിന്റ് ആണ് സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് ടെക്നിക്ക്. അതായത് മൈൻഡിലേക്ക് വരുന്ന കണ്ടിന്യൂസ് തോട്ട്സ് ഡയറക്റ്റ് ആയിട്ട് അവതരിപ്പിക്കുന്ന ഒരു നരേറ്റീവ് ടെക്നിക്കാണ് ഈ ഒരു സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് എന്ന് പറയുന്നത്. അതായത് ലോജിക്കൽ ഓർഡർ ഇല്ലാതെ തോട്ട്സ് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്ന പോലെ തന്നെ നരേഷന് വരും. ഓക്കെ, അടുത്ത പോയിന്റ് ആണ് ഫ്രാഗ്മെന്റഡ് നരേറ്റീവ് സ്ട്രക്ചർ.
ഇതെന്ന് പറഞ്ഞാല് ട്രഡീഷണൽ ബിഗിനിങ് അല്ലെങ്കിൽ മിഡിൽ എൻഡിങ് എന്ന് പറഞ്ഞ ഈ ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ, ബിഗിനിങ് മിഡിൽ എൻഡിങ്, ഇങ്ങനെ ഇതൊരു സ്ട്രക്ചറാണ്. ഇത് പല നോവൽസിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കാണാൻ സാധിക്കില്ല. കാരണം ഇത് എന്താണ്, ബ്രോക്കൺ സീൻസും അതുപോലെ ഡിസ്കണക്റ്റഡ് ആയിട്ടുള്ള നരേഷനും ആയിരിക്കും ഇതിലുണ്ടാവുക. അതായത് ഒരു കണ്ടിന്യൂവേഷൻ ആയിരിക്കില്ല, ഇങ്ങനെ ബ്രേക്ക് ചെയ്തിട്ടായിരിക്കും സീന് പോവുക. പിന്നെ അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞാല് ഫോക്കസ് ഓൺ ഇൻഡിവിജ്വൽ പെർസെപ്ഷൻ. റിയാലിറ്റി ഓരോ വ്യക്തിയും എന്താ പറയാ ഡിഫറെന്റ് ആയിട്ട് പെർസീവ് ചെയ്യുന്നു എന്നുള്ള ആ ഒരു ഐഡിയ മോഡേൺ ഫിക്ഷന് നന്നായിട്ട് എംഫസൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത്രയാണ് ഇതിൽ വരുന്നത്. ഇനി നമുക്ക് ജോസഫ് കോൺറാഡിനെ പറ്റിയിട്ട് നോക്കാം. ഇദ്ദേഹം മോഡേൺ ഫിക്ഷനിലെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നോവലിസ്റ്റ് തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഫേമസ് നോവലാണ് ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ്. ഈ നോവല് കൊളോണിയലിസത്തിനെയും അതുപോലെ തന്നെ ഹ്യൂമൻ നേച്ചറിനെയും ഒക്കെ ഡീപ്പായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. സോ നമുക്ക് അതിന്റെ പ്ലോട്ട് നോക്കാം. മാർലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെയിലറ് ആഫ്രിക്കയിലെ കോങ്കോ എന്ന സ്ഥലത്തേക്ക് കമ്പനി വർക്കിന് വേണ്ടിയിട്ട് പോവാണ്. അവിടെ യൂറോപ്യൻസ് നാട്ടുകാരെ ഭയങ്കര ക്രൂവലായിട്ട് ട്രീറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ സെൽഫിഷ് ആയിട്ടും അത്യാഗ്രഹമായിട്ടും ഒക്കെ എന്താ വയലൻസും കാര്യങ്ങളും ഒക്കെ അവർ കാണുകയാണ്. കേർഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പവർഫുൾ ഓഫീസറിനെ കണ്ടെത്താനാണ് ഈ മാർലോയുടെ ഈ ഒരു യാത്ര. എല്ലാവരും കേർഡ്സിനെ വലിയ ആളായിട്ട് പറയുന്നുണ്ട്. അവസാനം മാർലോ ഈ കേർഡ്സിന്റെ ഒരു ഡാർക്ക് നേച്ചറും മനുഷ്യന്റെ ഉള്ളിലെ ആ ഒരു ഡാർക്ക്നെസ്സും ഒക്കെ മനസ്സിലാക്കുകയാണ്. ഇത്രയാണ് ഇതിന്റെ പ്ലോട്ട് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിന്റെ തീംസ് നോക്കാം. ഫസ്റ്റ് വൺ, കൊളോണിയൽ എക്സ്പ്ലോയിറ്റേഷൻ. അതായത് യൂറോപ്യൻ കൊളോണിയൽ പവേഴ്സ് ആഫ്രിക്കയിലെ പീപ്പിളിനെ വളരെ അധികം എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതാണ് നോവൽ ക്രിട്ടിസൈസ് ചെയ്ത് കാണിക്കുന്നത്. ഓക്കെ, അടുത്ത പോയിന്റ് ആണ് ഡാർക്ക്നെസ് വിത്തിൻ ഹ്യൂമൻ നേച്ചർ. ഹ്യൂമൻ മൈൻഡിന്റെ ഹിഡൻ ക്രൂവൽറ്റിയും അതുപോലെ തന്നെ ഈവിൾ ടെൻഡൻസീസും ഒക്കെ നോവല് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അടുത്തൊരു പോയിന്റ് ആണ് മോറൽ ആംബിക്വിറ്റി. അതായത് ക്ലിയർ റൈറ്റ് ആൻഡ് റോങ് ഇല്ലാത്ത ഒരു മോറലി കൺഫ്യൂസിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് നോവലിൽ കാണാൻ പറ്റും. സോ നമുക്ക് ഇതിന്റെ നരേറ്റീവ് ടെക്നിക്സ് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ, ഫ്രെയിം നരേറ്റീവ് എന്ന് വെച്ചാൽ ഒരു ക്യാരക്ടർ മറ്റൊരാൾക്ക് ഒരു സ്റ്റോറി പറഞ്ഞു കൊടുക്കുന്ന പോലെയുള്ള സ്ട്രക്ചറാണ് ഫ്രെയിം നരേറ്റീവ് എന്ന് പറഞ്ഞാൽ. ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ്സിൽ മാർലോ തന്റെ ജേർണി നരേറ്റീവ് ചെയ്യാണ് ചെയ്യുന്നത്. സെക്കൻഡ് പോയിന്റ്, സിംബോളിസം. അതായത് ഡാർക്ക്നെസ് ഇവിടെ എന്താ പറയാ, ഫിസിക്കൽ ഡാർക്ക്നെസ് മാത്രമല്ല ഇവിടെ കാണിക്കുന്നത്. ഈവിള്, അതുപോലെ മോറൽ കറപ്ഷന്, ഹ്യൂമൻ ബ്രൂട്ടാലിറ്റി, ഇതൊക്കെ സിംബലൈസ് ചെയ്യുന്നതാണ് ഈ ഒരു ഡാർക്ക്നെസ് എന്ന് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ ഇനി നമുക്ക് പഠിക്കാനുള്ളത് D.H. ലോറൻസിനെയാണ്. അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടന്റ് നോവലാണ് സൺസ് ആൻഡ് ലവേഴ്സ്. ഈ നോവല് ലാർജ്ലി എന്താ പറയാ ഓട്ടോബയോഗ്രഫിക്കൽ എലമെന്റ്സ് ഉള്ള ഒരു നോവലാണ്. സോ നമുക്ക് അതിന്റെ പ്ലോട്ട് നോക്കാം. ഓക്കെ, പോൾ മോറൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോയ് തന്റെ മദറുമായിട്ട് വളരെ ഇമോഷണലി അറ്റാച്ച്ഡ് ആണ്, ഭയങ്കര ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉള്ള ഒരാളാണ്. പോളിന്റെ ഫാദർ ഒരു മൈനർ ആണ്. ബട്ട് എന്താ പറയാ ഒരു ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് അവിടെ ഹാപ്പി അല്ല. അതായത് ഇവരുടെ മദറും ഫാദറും ഉള്ള ആ ഒരു റിലേഷൻഷിപ്പ് അത്ര ഹാപ്പി അല്ല. പോള് മിറിയം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗേള്, പിന്നെ അതുപോലെ ക്ലാര എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് ഗേൾസുമായിട്ട് ലവ് ചെയ്യുന്നുണ്ട്. വളരെ സ്നേഹമൊക്കെ ഉണ്ട്. പക്ഷേ മദറിനോടുള്ള ഈ ഒരു അറ്റാച്ച്മെന്റ് കാരണം റിലേഷൻഷിപ്സ് സക്സസ്ഫുൾ ആവുന്നേ ഇല്ല. ഓക്കെ, മദർ മരിച്ച ശേഷം പോൾ എന്താണ് ലോൺലി ആയിട്ട് ലൈഫ് കണ്ടിന്യൂ ചെയ്യാണ്. കഥ എന്ന് പറയുന്നത് ഫാമിലി റിലേഷൻഷിപ്പും അതുപോലെ ഇമോഷണൽ കോൺഫ്ലിക്റ്റും ഒക്കെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. സോ നമുക്ക് ഇനി ഇതിന്റെ തീംസ് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ, ഫാമിലി റിലേഷൻഷിപ്സ്. മദർ സൺ റിലേഷൻഷിപ്പ് നോവലിലെ ഒരു സെൻട്രൽ ഫോക്കസ് ആണ്. ഓക്കെ, അടുത്ത പോയിന്റ് ആണ് സൈക്കോളജിക്കൽ കോൺഫ്ലിക്റ്റ്. ക്യാരക്ടേഴ്സ് ഇമോഷണൽ സ്ട്രഗിളും അതുപോലെ തന്നെ ഇന്നർ കോൺഫ്ലിക്റ്റും രണ്ടും എക്സ്പീരിയൻസ് ചെയ്യുന്നതായിട്ട് നോവൽ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അടുത്തൊരു പോയിന്റ് ആണ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി. അതായത് ഇൻഡസ്ട്രിയൽ ലൈഫ് മനുഷ്യരുടെ ഇമോഷണൽ ലൈഫിനെ നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം നമുക്ക് നോവൽ കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ സ്റ്റൈല് നോക്കാം ഈ ഒരു നോവലിന്റെ. ഫസ്റ്റ് വൺ, ഇമോഷണൽ ഇന്റൻസിറ്റി. അതായത് സ്ട്രോങ് ഇമോഷൻസ് നോവലിൽ ഡീപ്പായിട്ട് തന്നെ പോർട്രേ ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്തൊരു പോയിന്റ് ആണ് സൈക്കോളജിക്കൽ റിയലിസം. ഹ്യൂമൻ ഇമോഷൻസും അതുപോലെ തന്നെ സബ് കോൺഷ്യസ് മൈൻഡും ഒക്കെ റിയലിസ്റ്റിക്കലി അനലൈസ് ചെയ്യുന്ന ഒരു നോവലും കൂടിയാണ് ഈ ഒരു നോവൽ. പിന്നെ എക്സാമിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാനുള്ള ഒരു കാര്യമാണ്, ഫ്രീക്വന്റ്ലി ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഈഡിപ്പൽ റിലേഷൻഷിപ്പ്. അതായത് പോൾ മോറലിന്റെ മദറുമായിട്ടുള്ള ആ ഒരു അറ്റാച്ച്മെന്റ്
അറ്റാച്ച്മെന്റ് ഉണ്ടല്ലോ, അത് നമ്മളെ ഫ്രോയിഡിന്റെ സൈക്കോ അനലിറ്റിക്കൽ ഐഡിയാസും ഒക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അനലൈസ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു മദറിന് ആ ഒരു സണ്ണിനോടുള്ള അറ്റാച്ച്മെന്റ്, അതായത് സണ്ണിന് മദറിനോടുള്ള ആ ഒരു എന്താ പറയാ ഭയങ്കരമായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് ആണ് അവിടെ കാണിക്കുന്നത്. അതാണ് ഈ ഒരു ഈഡിപ്പൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഒരു അനദർ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ആണ് കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ നേച്ചർ ആൻഡ് ഇൻഡസ്ട്രിയലൈസേഷൻ. ഇൻഡസ്ട്രിയൽ സൊസൈറ്റി മനുഷ്യന്റെ എന്താ പറയാ നാച്ചുറൽ ഇമോഷണൽ ലൈഫ് ഒക്കെ നശിപ്പിക്കുന്നുണ്ട് എന്നുള്ള ഒരു ഐഡിയയും കൂടെ ലോറൻസ് ഇതിൽ അവതരിപ്പിക്കുന്നുണ്ട്. സോ ഇത്രയാണ് ബ്ലോക്ക് 4 വരുന്നത്. ഇതിലെ നോട്ട്സ് അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്, റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്, അതുപോലെ ലോങ് ആൻസേഴ്സ് കാര്യങ്ങളൊക്കെ നോട്ട്സിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വെബ്സൈറ്റിൽ പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കുക, notebuddy.in എന്നുള്ള വെബ്സൈറ്റിൽ. ഓക്കെ, ഇനി നമുക്ക് ബ്ലോക്ക് 5ലേക്ക് പോവാം. ബ്ലോക്ക് 5 ലേറ്റർ 20th സെഞ്ച്വറി ബ്രിട്ടീഷ് നോവൽ. സോ ഈ ലേറ്റർ 20th സെഞ്ച്വറി നോവൽസ് മോഡേൺ സൊസൈറ്റിയിലെ പ്രോബ്ലംസ്, അതുപോലെ ഐഡന്റിറ്റി ക്രൈസിസ്, വയലൻസ്, കൊളോണിയലിസം, സൈക്കോളജിക്കൽ കോൺഫ്ലിക്ട്സ്, ഇതൊക്കെയായിരുന്നു കൂടുതലും ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ട്രഡീഷണൽ സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡ്സ് ഒക്കെ മാറ്റി എക്സ്പെരിമെന്റൽ നറേറ്റീവ് ടെക്നിക്സ് പല നോവലിസ്റ്റും ഉപയോഗിക്കാൻ തുടങ്ങി. സോ നമുക്ക് ഈ പീരീഡിന്റെ മെയിൻ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. ഫസ്റ്റ് വണ് എക്സ്പെരിമെന്റേഷൻ ഇൻ നറേറ്റീവ്, അതായത് ട്രഡീഷണൽ ലീനിയർ സ്റ്റോറി ടെല്ലിംഗ് ഒഴിവാക്കിയിട്ട് റൈറ്റേഴ്സ് ഡിഫറെന്റ് നറേറ്റീവ് സ്റ്റൈൽസ് പരീക്ഷിച്ചു. അടുത്തൊരു പോയിന്റ് ആണ് ഫോക്കസ് ഓൺ ഐഡന്റിറ്റി ആൻഡ് സൊസൈറ്റി, അതായത് ഇൻഡിവിജ്വൽ ഐഡന്റിറ്റിയും സൊസൈറ്റിയും ആയിട്ടുള്ള ആ ഒരു കോൺഫ്ലിക്ട്സും ഒക്കെ നോവലിലെ ഇമ്പോർട്ടൻറ്റ് തീംസ് ആയിട്ട് മാറാണ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു പോയിന്റ് ആണ് എക്സ്പ്ലോറേഷൻ ഓഫ് മോഡേൺ ലൈഫ്, മോഡേൺ വേൾഡിലെ ലോൺലിനെസ്, അതുപോലെ വയലൻസ്, കൺഫ്യൂഷൻ, സോഷ്യൽ പ്രോബ്ലംസ്, ഇതൊക്കെ നോവൽ എന്ത് ചെയ്യുന്നുണ്ട്, ഡീപ്പായിട്ട് തന്നെ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് വില്യം ഗോൾഡിങ്ങിനെ പറ്റിയിട്ടാണ് കേട്ടോ. അദ്ദേഹം 20th സെഞ്ച്വറി ബ്രിട്ടീഷ് നോവലിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ ഫേമസ് നോവലാണ് ലോർഡ് ഓഫ് ദി ഫ്ലൈസ്. സോ നമുക്കതിന്റെ പ്ലോട്ട് നോക്കാം. ഒരു ഗ്രൂപ്പ് ഓഫ് ബോയ്സ് ഡെസേർട്ടഡ് ഐലാൻഡിൽ ഒറ്റപ്പെട്ടു പോവുകയാണ്. അങ്ങനെ ഇനീഷ്യലി അവർ സിവിലൈസ്ഡ് സൊസൈറ്റി ക്രിയേറ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഗ്രാജുവലി വയലൻസും ചാവോസും ആണ് അവിടെ ഡെവലപ്പ് ചെയ്യുന്നത്. സിവിലൈസേഷന് സ്ലോലി എന്താ പറയുക ക്രൂരതയിലേക്കും അതുപോലെ തന്നെ ഒരു വയലന്റ് ബിഹേവിയറിലേക്കും ഒക്കെയാണ് മാറുന്നത്. സോ നമുക്ക് ഇതിന്റെ തീംസ് നോക്കാം. ഫസ്റ്റ് വൺ ഹ്യൂമൻ നേച്ചർ ആൻഡ് ഈവിൾ, അതായത് ഹ്യൂമൻ ബീയിങ്സ് നാച്ചുറലി ഈവിൾ ടെൻഡൻസീസ് ഉള്ളവരാണോ എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യന് നോവൽ ഉയർത്തുന്നുണ്ട്. പിന്നീട് വരുന്ന ഒരു പോയിന്റ് സിവിലൈസേഷൻ വേഴ്സസ് സാവേജറി, അതായത് സിവിലൈസ്ഡ് ബിഹേവിയറും പ്രിമിറ്റീവ് വയലൻസും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് നോവലിലെ ഒരു സെൻട്രൽ തീമാണ്. ഓക്കെ, അടുത്തൊരു പോയിന്റ് ആണ് ലോസ് ഓഫ് ഇന്നസെൻസ്, അതായത് ചിൽഡ്രൻ ഒക്കെ ഗ്രാജുവലി ഇന്നസെൻസ് ലോസ് ചെയ്തിട്ട് വയലന്റ് ആയിട്ട് മാറുന്നത് കാണിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അഡീഷണൽ പോയിന്റ് എന്ന് പറയുന്നത് സിംബോളിസം ഈ നോവലിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കാണപ്പെടുന്നുണ്ട്. സോ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഡോറിസ് ലെസ്സിങ്ങിനെ പറ്റിയിട്ടാണ്. സോ അദ്ദേഹം മോഡേൺ ബ്രിട്ടീഷ് ഫിക്ഷനിലെ ഒരു ഇമ്പോർട്ടൻറ്റ് നോവലിസ്റ്റ് ആണ്. അവരുടെ ഇമ്പോർട്ടൻറ്റ് നോവലാണ് ദ ഗ്രാസ് ഈസ് സിംഗിങ്. ഈ നോവല് കൊളോണിയൽ സൊസൈറ്റിയിലെ റേഷ്യൽ ടെൻഷൻസും അതുപോലെ തന്നെ സൈക്കോളജിക്കൽ ബ്രേക്ക് ഡൗൺസും ഒക്കെയാണ് എക്സ്പ്ലോർ ചെയ്യുന്നത്. ഓക്കെ, ഇതിന്റെ പ്ലോട്ട് നോക്കാം നമുക്ക്. മേരി ടേണർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വുമണ് ഡിക്ക് ടേണർ എന്ന് പറഞ്ഞിട്ടുള്ള ഫാമറിനെ മാരി ചെയ്തിട്ട് ആഫ്രിക്കൻ ഫാമിൽ ജീവിക്കാൻ തുടങ്ങുകയാണ്. ഫാം ലൈഫ് വളരെ ഡിഫിക്കൽട്ടാണ്. കൂടാതെ മേരി ഭയങ്കര എന്താ പറയുക അൺഹാപ്പിയും അതുപോലെ തന്നെ മെന്റലി ഡിസ്റ്റർബ്ഡും ഒക്കെ ആയിട്ടുള്ള ഒരാളാകുന്നു. അങ്ങനെ അവൾ ആഫ്രിക്കൻ സെർവന്റ് ആയിട്ടുള്ള മോസസിനെ ക്രൂവൽ ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യാണ്. പക്ഷെ പിന്നീട് അവരുടെ റിലേഷൻഷിപ്പ് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവസാനം മേരിയുടെ ലൈഫ് ട്രാജിക് ആയിട്ട് അവസാനിക്കുന്നുണ്ട്. കഥയില് എന്താ പറയാ റേസിസം, ലോൺലിനെസ്, മെന്റൽ സ്ട്രഗിൾ കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. സോ നമുക്ക് ഇതിന്റെ തീംസ് നോക്കാം. ഫസ്റ്റ് വൺ കൊളോണിയൽ സിസ്റ്റത്തിന്റെ ഇൻജസ്റ്റിസ് നോവല് ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. അടുത്തൊരു പോയിന്റ് ആണ് റേസ് റിലേഷൻസ്, അതായത് വൈറ്റ് കൊളോണൈസേഴ്സും ബ്ലാക്ക് ആഫ്രിക്കൻസും തമ്മിലുള്ള ഒരു റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ നോവലിൽ വ്യക്തമായിട്ട് തന്നെ കാണാൻ പറ്റും. അടുത്തൊരു പോയിന്റ് ആണ് സൈക്കോളജിക്കൽ ബ്രേക്ക് ഡൗൺ, അതായത് മെയിൻ ക്യാരക്ടർ ആയിട്ടുള്ള മേരി ഗ്രാജുവലി മെന്റൽ ബ്രേക്ക് ഡൗൺ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരാളാണ്. ഓക്കെ, ഈ ഒരു ഇതിലെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അഡീഷണൽ പോയിന്റ് ആണ് എന്താ പറയാ ഐസൊലേഷൻ ഈ ഒരു നോവലിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു തീമാണ്. ക്യാരക്ടേഴ്സ്
ഇമോഷണൽ ലോൺലിനെസ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. പിന്നെ അനദർ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ആണ് ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവ്. അതായത് വുമന്റെ ഇമോഷണൽ സ്ട്രഗിൾസ് നോവലിൽ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ പോർട്രേ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഇതിന്റെ ഇമ്പോർട്ടൻറ്റ് നറേറ്റീവ് ടെക്നിക്സ് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ എപ്പിസ്റ്റോളാർലി നോവലാണ്. അതായത് ലെറ്റേഴ്സ് അല്ലെങ്കിൽ ഡോക്യുമെന്റ്സ് ഫോമിൽ എഴുതുന്ന നോവലാണ് എപ്പിസ്റ്റോളാർലി നോവൽ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആണ് പമീള. ഓക്കെ, ഒരു വർക്കാണ് കേട്ടോ പമീള. ഇനി അടുത്തത് റിയലിസം. ലൈഫും സൊസൈറ്റിയും യഥാർത്ഥത്തിലുള്ളതുപോലെ അവതരിപ്പിക്കുന്ന ടെക്നിക്കാണ് റിയലിസം എന്ന് പറയുന്നത്. അടുത്തൊരു പോയിന്റ് ആണ് സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ്. ക്യാരക്ടറിന്റെ മൈൻഡിലേക്ക് വരുന്ന തോട്ട്സ് കണ്ടിന്യൂസ് ഫ്ലോ ആയിട്ട് അവതരിപ്പിക്കുന്ന നറേറ്റീവ് ടെക്നിക്കാണ് സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. അടുത്തൊരു പോയിന്റ് ഒംനീഷ്യൻ നറേറ്റർ. അതായത് ക്യാരക്ടറിന്റെ തോട്ട്സ്, ഫീലിങ്സ്, ആക്ഷൻസ് എല്ലാം അറിയുന്ന നറേറ്റർ ആണ് ഒംനീഷ്യൻ നറേറ്റർ എന്ന് പറയുന്നത്. സോ ഇത്രയാണ് ബ്ലോക്ക് 5 എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ 1 to 5 എല്ലാ ബ്ലോക്കും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിശ്വസിക്കുകയാണ്. എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മളിപ്പോൾ കവർ ചെയ്ത് പോയിട്ടുണ്ട്. ഈ വീഡിയോയുടെ കംപ്ലീറ്റ് നോട്ട്സ് നിങ്ങൾക്ക് notebuddy.in എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റിൽ കിട്ടും. ആൻഡ് ഓൾസോ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഓരോ ചാപ്റ്ററിൻ്റെയും അടിയിലുണ്ട്. ബ്ലോക്കിൻ്റെ അടിയിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതിൻ്റെ ലോങ് ആൻസേഴ്സ്, കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എക്സാമിന് നന്നായിട്ട് സ്കോർ ചെയ്യാം. ഇഫ് ദിസ് വീഡിയോ ഹെൽപ്ഡ് യു, പ്ലീസ് സപ്പോർട്ട് Notebuddy by like and share and also subscribe. And all the very best for your exams. Bye.